ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയായിരിക്കുന്നു. ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. 2-3 ആഴ്ചയായിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. ഇന്ന് ചെറിയൊരു ട്രാവലായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കോഴിക്കോടിലെ അടിപൊളി ഒരു ട്രാവലിംഗ് സ്പോട്ട് ഉണ്ട്. അതായത് നാരങ്ങത്തോട് എന്നാണ് പറഞ്ഞത്. ഇതൊരു മുക്കം ഭാഗത്തേക്കാണ്. ഞാനും എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ വൈഫുമായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. ഇതെൻ്റെ മൂത്ത സിസ്റ്റർ, പേര് എന്താ പറയുക, മോള് ഓക്കെ. ഇത് ഇളയതാണ്. ഇത് എൻ്റെ വൈഫ്, നിങ്ങൾക്കറിയാം, സദഫ്. ഇത് നമ്മുടെ പെങ്ങളെ മോള്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു ട്രാവൽ റൂട്ട്സ്. ഇറ്റ്സ് മീ റിഷ. അപ്പോൾ നമ്മുടെ എന്നും എന്നെ മൊയ്തീൻ്റെ ഒക്കെ മുക്കത്തെ ഉണ്ടല്ലോ, മുക്കത്തെ പെണ്ണ്, അതായത് ഇരവഴിഞ്ഞിപ്പുഴൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം മുക്കം കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്ത് ചായ ഒക്കെ കുടിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ്. അടിപൊളി ഒരു സ്പോട്ട്, നല്ലൊരു വയലും ഒരു ചിത്രത്തിലൊക്കെ കാണുന്ന ഒരു പിക്ചറൊക്കെ വരച്ച ചിത്രത്തിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു നല്ല വയലും കാര്യങ്ങളും, ഒരു റീഫ്രഷ് മൈൻഡ് കിട്ടുന്ന രീതിയിൽ. ഓമശ്ശേരി വഴിക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. കോഴിക്കോട് ടു ഓമശ്ശേരി വഴിക്കുള്ള കാഴ്ചകളാണ്. എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഗായ്സ്, നിങ്ങൾ കാണുന്ന കാഴ്ച ഉണ്ടോ? ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. അടിപൊളി. മലൻ്റെ മുകളിലതാ മഞ്ഞ്, നല്ല തണുപ്പുണ്ട്, നല്ല വൈബാണ് കേട്ടോ. നല്ല റോഡും കാലി റോഡാണ്, റോഡൊക്കെ കാലിയാണ്. കുന്നിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ല, ഫുൾ മഞ്ഞ് മൂടി കിടക്കാം. അതാണ് നമ്മുടെ വയനാട് ചുരം ശരിക്കും പറയുകയാണെങ്കിൽ. ഇത് തുഷാരഗിരിയുടെ മുന്നേ ഉള്ളൊരു വാട്ടർഫോൾസാണ് ഇത് ശരിക്കും. ഞങ്ങളങ്ങനെ ഒരു 1.5 കിലോമീറ്റർ 1.5 മണിക്കൂറോളം ഓടിയിട്ട് ഞങ്ങൾ നാരങ്ങത്തോടെ എത്തിയിട്ടുണ്ട്. നാരങ്ങത്തോടെ എത്തി വണ്ടി താഴെ അങ്ങനെ പാർക്ക് ചെയ്ത്, പിന്നെ ചെറിയൊരു എന്താ പറയുക, കാടെന്ന് തോന്നിക്കില്ല, പക്ഷെ എന്നാലും ഇത് ചെറിയൊരു കാടിൻ്റെ ഇടയിൽ കൂടെ കയറി ചെന്നാൽ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ. നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ ആ കാടിൻ്റെ ഇടയിൽ കൂടെ നടന്ന് കയറുന്നതാണ് ഈ വെള്ളച്ചാട്ടം. ഇവിടാണ് ഒരുവിധം ഹിഡൻ പ്ലേസ് എന്നൊക്കെ പറയാം. കുറച്ച് പലർക്കൊന്നും, കോഴിക്കോടുള്ളവർക്ക് പലർക്കൊന്നും അറിയില്ല. നല്ല വെള്ളച്ചാട്ടമാണ്. പിന്നെ വരുന്നവർ സൂക്ഷിക്കുക, പെട്ടെന്ന് വെള്ളം കയറാനും വെള്ളം വരാനൊക്കെ ചാൻസ് ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക എല്ലാവരും. ഇതാണ് വാട്ടർഫോൾസ്. കുറച്ച് ആൾക്കാർ അവിടെ കുടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവിടെ നിന്ന് വെള്ളം ചാടിയിട്ട് ഉറഞ്ഞിതാ വയനാട്ടിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടത്. ഇങ്ങനെ ഇതേ പോകുന്നു. നല്ല തണുത്ത വെള്ളമായിരിക്കും. എന്തായാലും ഞങ്ങൾ എല്ലാവരും കുളിക്കാനുള്ള പരിപാടി കേട്ടോ. നോർമൽ വഴിയിൽ നിന്ന് കയറി വരുമ്പോൾ ഇത്രയും ഒരുപാട് പാറക്കഷ്ണങ്ങളും വലിയ വലിയ പാറകളൊക്കെ കയറി വരുന്നു. കുറച്ചൊരു അഡ്വഞ്ചർ, ചെറിയൊരു ലേഡീസിനൊക്കെ പറ്റിയ അഡ്വഞ്ചർ. അപ്പോൾ എങ്ങനെ നോക്കേ, ചാടിക്കോ. ഈസിയാ, വലിയ പാടൊന്നുമില്ല അല്ലേ. ഇതാണ് നമ്മുടെ നാരങ്ങത്തോട്. നമ്മൾ കാണാൻ വന്ന രാവിലെ തന്നെ ഇറങ്ങി വന്ന നാരങ്ങത്തോട് കണ്ടോ. നല്ല വാട്ടർഫാൾസ് ഉണ്ട്. ഞാൻ ഒറ്റക്കാണെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ കൂടെ കയറിയിട്ടൊക്കെ അവിടെ കയറിയിട്ടുണ്ട്. പക്ഷേ ഫാമിലി ആയതുകൊണ്ട് ഇത്രയും വലിയൊരു വാട്ടർഫാൾസ് നീങ്ങി കടക്കാൻ കുറച്ച് റിസ്ക്കാണ്. കുറച്ച് നല്ല ആഴുണ്ട്. അപ്പോൾ അതുകൊണ്ട് സേഫിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ കുളിക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ഒരുപാട് പേര് അവിടെ പോയി കുളിക്കാറുണ്ട്. നല്ല ആഴമുണ്ട് അവിടെ. എന്തായാലും ഇവിടുത്തെ കാഴ്ചയിൽ നമുക്ക് നോക്കാം.
നൈസ്. നല്ല തണുപ്പുണ്ട് guys. ദാ പൊളി, നല്ല തണുപ്പ്. ഇതാ ചാടി പൊളിച്ച് അടിപൊളി. ഇതാ ഈ ഭാഗത്തുനിന്ന് ഒരു വെള്ളച്ചാട്ടം വരുന്നുണ്ട്, ആ ഭാഗത്തുനിന്ന് വെള്ളച്ചാട്ടം വരുന്നുണ്ട്. മൊത്തത്തിൽ വെള്ളച്ചാട്ടങ്ങളാണ്. തുഷാരഗിരിയിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ടാണുള്ളത്. ഓക്കെ, അപ്പം കുറച്ച് കുളിയുടെ കാഴ്ചകളും പിന്നെ അതേപോലെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. കുട്ടികളൊക്കെ സേഫ് ആയിട്ടിരിക്കുക. അതാ കുട്ടികളൊക്കെ അധികം അങ്ങോട്ട് പുറത്തൊക്കെ താഴോട്ടൊക്കെ ഒന്നും ഇറങ്ങാണ്ടിരിക്കുക. എന്താ വെച്ചാൽ മഴക്കാലമാണ്, അതിനനുസരിച്ചിട്ടുള്ള വെള്ളച്ചാട്ടവും അതിനനുസരിച്ചുള്ള വാട്ടർഫോൾസും എപ്പോഴാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് ഹൈ റേഞ്ചിലേക്ക് വരിക, അതായത് വെള്ളം കൂടുതൽ വരാമെന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും സേഫ് ആയിട്ടിരിക്കാം. പൊളി, രക്ഷയില്ല. എന്താ ഫീലിംഗ്? നല്ല തണുപ്പല്ലേ? എൻജോയ് ഉണ്ടോ? അവള് കുറച്ച് പറഞ്ഞു പഠിപ്പിച്ചായിരുന്നു, ഏകദേശം കാണാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടൊന്നല്ലട്ടോ. ഞാനും പെങ്ങളും മുറ്റത്ത് കുറച്ച് കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അല്ല, വലിയൊരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി കുളിച്ച് പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അതുകൊണ്ട് ഇവർക്ക് നീന്തത്തിൻ്റെ കാര്യത്തിൽ നോ വേറി. എന്താ വെച്ചാൽ ചെറുപ്പം മുതൽ നമ്മൾ ഫുള്ള് കുളത്തിലായിരുന്നു. രാവിലെ പോകുമ്പോഴും കുളത്തിൽ തന്നെ. രാവിലെ അതായത് സ്കൂളിൽ പോണേ മുന്നേ കുളത്തിൽ ചാടും, സ്കൂളിൽ പോയി വന്നിട്ട് കുളത്തിൽ ചാടും. അതുകൊണ്ട് നീന്തത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് രണ്ടാൾക്കറിയാം, ഈ കയറിയിരിക്കുന്ന നാലേക്ക് ഒരൊറ്റാക്ക് അറിയില്ല. അതുകൊണ്ട് നോ വെറീസ്. ഇങ്ങോട്ട് വരാം, ഇങ്ങ് പൊളിക്കാം. അടിപൊളിയാണ്, നല്ല തണുപ്പുണ്ട്, എൻജോയ് ചെയ്യാം. കോഴിക്കോടുള്ളവരും ഇതല്ല ആർക്കും അറിയില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ സ്ഥലത്തിൻ്റെ മാപ്പ് ഞാൻ ഇട്ട് വയ്ക്കാം, എന്തായാലും കാണാം. എല്ലാ ഫാമിലീസിനും വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ സേഫിൻ്റെ കാര്യത്തിലൊന്നും ആരും പേടിക്കണം. നല്ല സുഖമായിട്ടിരിക്കുക. നല്ല ചെറിയ അധികം ആഴമില്ലാത്ത ഒരു ഏരിയ ആണ് അത്. പിന്നെ അവിടേക്കാണ് കൂടുതൽ ആഴങ്ങൾ. അങ്ങോട്ടൊന്നും പോകാൻ നിൽക്കേണ്ട. മാക്സിമം കഴിയുന്നതും ഇത്രയും വെള്ളച്ചാട്ടം അങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകാനും കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് അവിടെ അടിച്ചു കൊടുക്കും. തീരത്തേതോ നാളിൽ പണ്ടൻ ഇഷ്ടം തേടി കാലമായിട്ടുണ്ട്. ഇതുവരെ വെയിലൊന്നും ഉദിച്ചില്ല. നല്ല ക്ലൈമറ്റാണ്, മൂടിക്കെട്ട്. അതുകൊണ്ട് തന്നെ വെയിലുണ്ട്. ഇനിയിപ്പോൾ വെയിലുണ്ടെങ്കിലും വെയിൽ ചൂട് അനുഭവപ്പെടില്ല. എന്താ വെച്ചാൽ അത്രയും വെള്ളത്തിന് നല്ല തണുപ്പാണ്. അത്രയും അടിപൊളി പ്യൂർ വാട്ടറാണ്. നമുക്ക് വേണമെങ്കിൽ കുടിക്കാം, ഒരു കുഴപ്പമില്ല. നല്ല വെള്ളമാണ്. അത്രയും മലമൂടിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. എനിക്ക് എന്തൊക്കെ പറയുന്നത് എനിക്കെന്നാണ് പറഞ്ഞൂടെ. എന്താ വെച്ചാൽ ഞാൻ അത്രയും ഹാപ്പിയിലാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. കൊറോണ ആയിട്ട് ഇവിടേക്കാരും കയറ്റില്ല എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല. ഓപ്പണാണ്. ജസ്റ്റ് വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ, നടന്നു വരാൻ, കയറാൻ, കുളിക്കാൻ. നിങ്ങളുടെ ഒരു മൈൻഡ് ഫ്രീ ആക്കാം, ഫ്രഷ് ആക്കിയിട്ട് തിരിച്ചു പോവാം. മോള് തണുത്ത് വരച്ചിട്ട് പൊലസിൻ്റെ ഉള്ളിൽ കയറിണ്ട്. എങ്ങനെ വറക്കുന്നുണ്ട് മോള്? തണുത്ത് വരക്കുന്നുണ്ട്. എന്തിന് അത്രയും തണുപ്പുണ്ട്? ഇഷ്ടമായ സ്ഥലം അടിപൊളിയാ. പറയും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കാനായി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വരാട്ടോ, രസമായിട്ട് അടിച്ചു പൊളിച്ച് പോവാം. ഒരു വീക്കെൻഡോ അല്ലെങ്കിൽ വീക്ക് ഡേയ്സിലൊക്കെ വരാണെങ്കിൽ ആൾക്കാർ കുറവാണ്. അപ്പോൾ ഞങ്ങൾ വന്നോട്ട് കണ്ടില്ല, ഒരാൾ
അവിടെ ഇപ്പോൾ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. മുമ്പ് അവിടെ കിടന്ന് ഭയങ്കര മീൻ പിടുത്തം. മുമ്പ് കുറച്ച് മീൻ പിടിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഒറ്റ ആളില്ല, വേറെ ഒരാളില്ല. ഞങ്ങൾ ഫാമിലീസ് മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ വീക്ക് ഡേയ്സിൽ വരാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ കാലിയായിരിക്കും, എല്ലാവർക്കും വരാം. ഞാൻ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ എത്തിക്കാം. അപ്പോൾ മാക്സിമം നമ്മൾ അടുത്തുള്ള വീഡിയോ വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പോൾ സൈനിങ് ഓഫ് ബൈ റിച്ചാർഡ്.